ചെന്ന് കയറിനടുത്ത് ഒക്കടി പല കോലത്തിലും ഒഴിവുള്ള സമയത്ത് എന്റെ വകി. ഇന്നാലോ പള്ളക്ക് വല്ലതുണ്ടോ? അതുമില്ല. അപ്പൊ ഈ നക്കണതോ? ഇതോ ഇക്കണക്കിന് പോയാലേ എന്റെ ബോഡി നിൽക്കോട്ടോ. ഒന്ന് ചിലക്കാണ്ടിരിക്കോ? ഇതാണ് എന്തെങ്കിലും മുണ്ടിപ്പോയ ഞാനൊരു മോശക്കാരൻ, ഈ ഒരു കോലത്തെ തമ്പുരാൻ അല്ലസ്റ്റാ. അവിടുന്ന് ആയാലും എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞപ്പം നീ ചാടിക്കയറി എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ഒറ്റടിക്ക് പറഞ്ഞല്ലോ. അതിനെ കണ്ടിട്ടാ എന്റെ അമ്മോ ടൗണിൽ വന്നാൽ ആനണ്ട്, ചേനണ്ട്, സുഡാൽപ്പിക്ക. ഇപ്പൊ എന്തായി? ദുനിയാവില് ഒരു ബോഡി ഗാർഡും ഈ ഗതി വന്നിട്ടുണ്ടാവില്ല. നിർത്ത്. അപ്പൊ വണ്ടി കയറാം. അങ്ങോട്ട് പുല്ലൂരാൻ പറക്ക്. അല്ല അപ്പൊ നമ്മൾ പോവുക? നമ്മളില്ല, നിങ്ങള്. അല്ല മോനെ, അപ്പൊ സുഡാൽപ്പിക്ക ഒലക്കട മൂട്. തമാശ കളിക്കല്ലേ. അച്യുതൻകുട്ടി, പുല്ലൂരാമ്പാറയിലെ കുഞ്ഞുലക്ഷ്മിയുടെ മകൻ അച്യുതൻകുട്ടി എന്ന അച്ചു. എനിക്ക് തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല, മനസ്സിലായില്ല. അത് വാ പറയാം. ജമ്മു പോലീസ് പല തരത്തിലും ഉണ്ട് ടൗണിലൊക്കെ. കണ്ട മനുഷ്യന്മാരാന്നേ തോന്നൂ, പക്ഷെ പോലീസായിരിക്കും. ഇത് അടുത്തടിയാണ് മോനെ, തടി വട്ടാക്കിക്കോ. എന്തു എനിക്ക് ഹംക്കിനത്ര പിടിക്കുന്നുണ്ടായിരിക്കും. ഇതാരാ മോനെ? എന്റെ ഒരു കൂട്ടുകാരനാ. അങ്ങനെയൊന്നുമില്ല, അറിയും, അത്രേ ഉള്ളൂ. എന്തേ? ഈ നടുറോട്ടിൽ നിന്നും പറഞ്ഞു പിരിയാവുന്ന ബന്ധമല്ല അച്യുതൻകുട്ടി ഞാനുമായിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. കേറെ. എങ്ങടാ? പുല്ലൂരാമ്പാറയിൽ നിന്നും നീ ആരെ തേടി എങ്ങോട്ട് പുറപ്പെട്ടോ അങ്ങോട്ട്. MRS മേനോൻ, നിന്റെ അച്ഛൻ. ശ്രീനിലയം നിന്റെ വീട്. എന്നിട്ട് ഈ നഗരത്തിൽ നീ ആ വീടിനടിച്ചു നടന്നു. സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാതെ പോയത് നിന്റെ കുറ്റം കൊണ്ടല്ല, വിധിയുമല്ല. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ്. കേറ. വാ. നിങ്ങൾ തമ്മിൽ വലിയ പരിചയമില്ലെന്ന് പറഞ്ഞിട്ട്? അത് പണ്ട് കണ്ടുമുട്ടിയ കാലത്ത് പറഞ്ഞല്ലേ, പിന്നെ നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആയില്ലേ. നീ കേരട്ടെ. യോഹന്നാൻ ചേട്ടോ. ഓ, ഏതവനാവും വെള്ളം കയറുന്നതിന് മുമ്പ് എന്നെ കെട്ടിയെടുത്തിരിക്കുന്നതിന്റെ കർത്താവേ. മേരി, പൊന്നനിയത്തി. എന്റെ കാശ് വന്നിട്ട് പോ. വെള്ളിയാഴ്ച രാവിലെ വന്നോളൂ. ആധാരം ഇത് ഞാൻ സൂക്ഷിച്ചോളാം. ഈ കാലമാടനെ പെട്ടിയിലോട്ട് കെട്ടിയെടുക്കാതെ ബാക്കിയുള്ളവനെ ജീവിച്ചു പോകത്തില്ലല്ലോ എന്റെ കർത്താവേ. പറഞ്ഞു ഇപ്പൊ തന്നെ കണ്ട ആളിവിടെ ഇറങ്ങി ഓടിപ്പോയോ? കണ്ണ് കാണാൻ പാടില്ലേ? എനിക്ക് 5 രൂപ പോയി കിട്ടി. ഓ, നിന്റെ 8 ഉലുവ എന്നോട് 1000 വാങ്ങിയിട്ട് കാശും തരില്ല, മാസാന്ത സന്തോഷവും തരില്ല. ഇവന്റെയൊക്കെ സ്ഥാവര ജംഗമ സാമാനങ്ങൾ കൊണ്ടിടാനേ സ്ഥലം തയ്യാണ്ടായി. ഡബിൾ സ്ട്രോങ്ങാ, തോന്നിയ വിലക്ക് വിറ്റോ. പക്ഷെ കാശ് എന്റെ കയ്യിൽ വരണം. പിന്നെ ഞാൻ എന്താ ഈ നാശം പിടിച്ച പണിക്ക് നിൽക്കുന്നത്? പറഞ്ഞു. ഇപ്പൊ നീ ഒന്ന് ചൊറിഞ്ഞു. കട തുടങ്ങാൻ നേരത്ത് 10,000 രൂപ നീ എണ്ണി മേടിച്ചിട്ടേ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതിന് മാസാമാസം പലിശ തരുന്നില്ലേ? പലിശയല്ല, സന്തോഷം. സന്തോഷം തരുന്നില്ലേ? തരണല്ലോ. ഇത് ഇന്നത്തെ 5 കുപ്പി മറ്റവൻ. ഇത് പാലിന്റെ. ഇത് മേരിയുടെ ഇന്നലത്തെ ശമ്പളം. അധ്വാനിക്കാൻ മേരിയും ശമ്പളം പറ്റാൻ ചേട്ടനും. എടീ, എന്താ വിളിച്ചേ? കള്ളതിന്റെ അപ്പൻ. എന്റെ ഈശോയെ, 40-ാം ദിവസം എല്ലാം കൂടി ഇടിച്ചു പൊളിക്കാൻ നിൽക്കുക കാലമാടൻ മേനോൻ. അതിനിടയ്ക്ക് കള്ളം വീട്ടിൽ കയറി എല്ലാ സാധനങ്ങളും അടിച്ചോണ്ട് പോയോ? എന്റെ ആധാരം. ഭയങ്കര അത്ഭുതമാണത്. എങ്ങനെ ഞാനിവിടെ എത്തി? പഠിച്ചോനെ, ഉറങ്ങിയ സ്വർഗത്തില്, ഉണർന്നത് നരകത്തിലോ? അതൊരു ചീറ്റുള്ള നരകം. തമിഴ് പുലികളാണെന്നാ പറയുന്നത്. ആയിക്കൊടുന്നില്ല, ഇടുക്കി വരെ എത്തിയിട്ടുണ്ടെന്നാ പത്രത്തിൽ വായിച്ചത്. ഏത് പുലിയായ എന്താ? ഈ വീട് മാത്രമേ കണ്ടുള്ളൂ. എല്ലാവരും ആയുധങ്ങൾ കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? നേരം വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണിത് സ്ഥലം? ആരാണത്?
അകത്തെന്റെ വാപ്പിയും കൂട്ടക്കാരും നായിന്റെ മാൻ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ, ഈ സ്ഥലത്തിൽ പെശക. ആടാ ഗുലാം മുഹമ്മദ് കരീം താൻ അതിനേക്കാൾ പെശകാണ്ട. തമിഴല്ലല്ലോ പറയുന്നത്. മലയാള പുലികളോ? ആടാ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കില്ല അല്ലേ? എവിടെ ചെന്നാലും കച്ചറ, കച്ചറ ഞാനും കച്ചറ. ദാദാ ദാദാ എന്ന് പറഞ്ഞ് അവസാനം ദാദാവിന്റെ എന്നാൽ അവന്നെ. ഇന്നെപ്പറ്റി വെലുങ്ങിനാർക്കും തിരിയില്ലല്ലേ? ഇന്നലെ ഇത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങണിയാണ്. മോനെ ലംബു, നിന്നെ ഞാൻ ഉണർത്തുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ ബോഡി ഗാർഡ് എന്നും പറഞ്ഞ് നടക്കുന്നത്? എന്റെ കുട്ടി സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇറങ്ങി വേടാ. വരണടാ, വരണോട്ട് വെച്ച് കാണാം. സംസാരിച്ച് വഷളാക്കാൻ നിൽക്കാണ്ട് ഇറങ്ങി വാടാ. ആണ് അങ്ങോട്ട് തന്നെയാണ്ട വരണേ. എന്നാ ഇറങ്ങി വാടാ. നിങ്ങളത്തെ ഒരാളുടെ ഇതോ പിന്നെ കൂട്ടം ഓടി വളച്ച പണി കഴിച്ചടാ. കൊല്ലണോ അല്ലോ. അവന്റെ പാന്റും ഷർട്ടും ഇട്ട് പരിശോധിക്കടാ. പുലിയാണെങ്കിൽ ബോധം കാണും. അല്ലോ അല്ലോ അല്ലോ. പറടാ, എന്തത്? നിങ്ങൾ എത്ര പേരുണ്ടാകത്ത? നമ്മള് രണ്ടാള്. കള്ളന്മാരാണോ അതോ പുലികളാണോ? അങ്ങനെ ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ ചോദിക്കാം, ചോദിക്കാട്ടാ. നിങ്ങൾ പുലികളാണോ കള്ളന്മാരാണോ? അപ്പൊ അതിനല്ലേ ഞാനും ചോദിച്ചത്. അതോ പറഞ്ഞേ അതോ കൊല്ലണോ അതോ മഴ പുറത്തപ്പെടല്ല പൊടിച്ചോ ചാത്ത കിട്ടില്ല. അതോ ഒന്ന് താത്ത് താത്ത് അതോ ചവിട്ടല്ല അല്ലോ. ആരുമില്ല സഹായിക്കാൻ. വിലും വന്നിച്ച് ആരും സഹായിക്കാനില്ല. ഒരു മനുഷ്യൻ എങ്ങനെ അടിച്ചിട്ട് ചെമ്പോ ഒന്ന് വാടാ. അയ്യോ കണ്ണിലിട മോത്ത്. എനിക്കൊന്നും കാണണ്ടേ. Idiot. അടിക്കല്ല പോലെ. അല്ലോ ചെമ്പോ. ഓ എന്താ നിങ്ങൾ സാധനം താഴെ ഇറക്ക്. എന്താ എന്താ പ്രശ്നം? താനാരാന്ന് ചോദിക്കാൻ? ഞാൻ ഇയാളുടെ കൂട്ടത്തിലുള്ള ആളാ. എടാ, നീ കൂട്ടത്തിലുള്ള ആളാണ്. നിങ്ങളെങ്ങനെ ആ വീടിനകത്തെത്തി? ഓ അതാണോ കാര്യം? ഞങ്ങളെ ആ വീട്ടിലെ താമസക്കാരാ. താമസക്കാരോ? ഉടമസ്ഥനായ ഞാറിയാതെ ആ വീട്ടിൽ താമസക്കാരോ? വേല ഇറക്കല്ലേ? അതെ, മാന്യന്മാരായ 2 താമസക്കാര് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വീട് വൃത്തിയാക്കിയിട്ടതാ. അപ്പോഴാ ഈ 2 എന്താ യോന ചേട്ടാ ഇവര് ഇവരാ നമ്മൾ ഇന്നലെ പറഞ്ഞ പുതിയ താമസക്കാര്. രാത്രിയിൽ അവിടെ കൊണ്ട് വിട്ടത്. എന്റെ കർത്താവേ, എന്നാ ഈ വിവരമൊന്നും പറയണ്ടേ? പറയാനൊരു ഗ്യാപ്പ് കിട്ടണ്ട നിങ്ങൾ. അതുകൊണ്ട് ഹലോ, എന്താ ഇത്ര നേരത്തെ പോന്ന്? കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് വന്നിരുന്ന എന്റെ ശല്യം ഉണ്ടാവില്ലേ? ഈ എന്റെ കുട്ടിയല്ലേ മോനെ. ഇതിന്റെ ഡാർലിംഗ് അല്ലേ? നമുക്ക് പോവാ. എങ്ങോട്ട്? പുല്ലൂരമ്പറക്ക്. അതെ, നേരെ ഒന്ന് സന്ധ്യ ആയിക്കോട്ടെ. വല്ലവരും കണ്ട എന്റെ കച്ചവടം പൂട്ടി പോകും. അതിപ്പോ എന്തുണ്ടായി? ഞാൻ എന്തോ ചെയ്തവളെ? ഈ ദാദച്ചേട്ടന്റെ ഒരു കാര്യം. ചാരായ കച്ചവടം ആരെങ്കിലും കാണുന്നല്ലേ പൊറിഞ്ചു പറഞ്ഞത്? പൊറിഞ്ചു ചെല്ല്, ഞാൻ നോക്കിക്കോളാം. ദാദച്ചേട്ടൻ കുടിക്കേ. എനിക്കാശ്. നിനക്ക് കാശാണോ വലുത് സ്നേഹാണോ വലുത്? എനിക്ക് തീവണ്ടിയാ വലുത്. അത് നീ തമാശ പറഞ്ഞല്ലേ. എവിടാ യോഹന്നാൻ ആ മിലിറ്ററിക്കാരൻ? പറയടാ. ആ, നിന്റെ ആങ്ങളയ്ക്ക് പുതിയ 2 താമസക്കാർ വന്നിട്ടുണ്ടല്ലേടി? ഇതെല്ലാം കൂടി ഇടിച്ചു നിരത്താൻ ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. അതിനു മുമ്പ് പോരുന്നത് പോരട്ടെ എന്ന് വിചാരിച്ചു യോഹന്നാൻ, അല്ലേ? അവരെന്തേ ആ പുതിയ കഥാപാത്രങ്ങള്? ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ എവിടെ പോവാൻ? അവനെന്തേ നിന്റെ ചങ്ങാതി? എന്തിനാ? ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ. നിങ്ങൾ അതിന്റെ ആളാ? എന്നാ പിന്നെ ഓനെക്കാട്ടി മുത്ത ഞാൻ ഇവന്റെ പെട്ടിയും കിടക്കൊന്ന് ശരിക്കും പാക്ക് ചെയ്ത് കൊടുക്കും. ചെമ്പൂലൂടെ ഞാൻ വന്ന് ഓല്ല ഞാൻ പോവില്ലോടി. ഹലോ, അന്വേഷിച്ചു എന്ന് പറഞ്ഞു. മറ്റവനവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്ന് നേരം കളയാതെ ചെല്ല്. എങ്ങോട്ടാണാവോ? എങ്ങോട്ടായാലും കൊള്ളാം, പോയിക്കൊള്ളണം. ഇനി ഈ നാട്ടിൽ 2 പേരും കണ്ടുപോകരുത്, മനസ്സിലായോ? പല രീതിയും ഞങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും മാന്യമായ രീതിയിലാണ് നിന്നോട് പറയുന്നത്, സ്ഥലം വിട്ടോളാൻ. അതല്ല ഇവിടെ നിന്ന് അഭ്യാസം കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറയണോ? പറയണം, ധൈര്യമായിട്ട് ബാക്കി കൂടി പറയണം. ഒരുപാട് കായലും കടലും ഒക്കെ ഉണ്ട് ഈ നാട്ടില്. ശവം പോലും കാണില്ല രണ്ടിന്റെയും. ആരുടെ ശവം കൊണ്ടിട്ടാലും വേണ്ടാന്ന് കായലും പറയൂല, കടലും പറയൂല. ഈ പറഞ്ഞൊക്കെ തനിക്കും ബാധകമാണോ?
ഓഹോ, അപ്പൊ നീ കളി കണ്ടേ ഇവിടുന്ന് പോവല്ലേ? കളി കണ്ടല്ല, കളി പഠിപ്പിച്ചിട്ടേ ഞാൻ പോകൂ. ഒന്ന് പോണം. അപ്പൊ വർഗീസേ, ഞാനങ്ങ് പോവാൻ കേട്ടോ. അമ്മേ, എന്നോട് എന്താണ് പറഞ്ഞത്? സാധനങ്ങൾ പാക്ക് ചെയ്യാനല്ലേ? അന്നെന്താ ഒന്നാലും പാക്ക് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് എടാ, ഒരുത്തര പട്ടിനെ തല്ലും പോലെ തല്ലു കണ്ടിട്ട് നോക്കിക്കാണ് നായ്ക്കളെ. പോയടാ. അയ്യോ എന്റെ ഭഗവാനെ, എന്റെ ഈശ്വര, എന്തൊക്കെയായി കാണുന്നത്? ഇനിയും ചിലതൊക്കെ കാണേണ്ടി വരും നമുക്ക് ഈ കോളനിയിലുള്ളവർക്ക്. നമുക്ക് 45 ദിവസത്തെ അടിവരയിട്ട മേനോനില്ലേ, അയാളുടെ മാനാത്ര ഈ അച്ചുവൻകുട്ടി.